കോഴിക്കോടിന്റെ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ എത്തുവാൻ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത ഓരോ സംവിധാന അവകാശവും ആദര അടയാളത്തിൽ ഉയർത്തിവിട്ടണമേ എന്ന് കണ്ടിച്ചുകൊണ്ട് കോഴിക്കോടിന്റെ ആവേശക്കാരൻ നയിക്കുന്ന ധന്യമാക്കിക്കൊണ്ട് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക.
ഇന്നത്തെ വൈദ്യുതധാരകളെ തന്നെ മാറ്റിക്കൊണ്ട് ഈ വാഹനത്തിന് കുട്ടമറകിലായി കടന്നു വരുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. കോഴിക്കോടിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി, കോഴിക്കോടിന്റെ ഭാവി വാഗ്ദാനം ആരോടും പ്രേരണമില്ല, എല്ലാവർക്കും തുല്യനീതി പ്രദാനം ചെയ്തുകൊണ്ട് കോഴിക്കോടിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളങ്ങളിലെത്തിക്കുവാൻ കോഴിക്കോടിന്റെ ഭാവിവാഗ്ദാനമായ വൈദ്യുതധാരകളെ ധന്യമാക്കിക്കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി, കോഴിക്കോടിന്റെ ഭാവി വാഗ്ദാനമായ രമേശ് നയിക്കുന്ന റോഡ് ഷോയില ഇന്നത്തെ വൈദ്യുതധാരകളെ ധന്യമാക്കിക്കൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ആരോടും പ്രീണനമില്ല, എല്ലാവർക്കും തുല്യനീതി പ്രദാനം ചെയ്തുകൊണ്ട് കോഴിക്കോടിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളങ്ങളിലെത്തിക്കുവാൻ നിങ്ങളുടെ വിലമതിക്കാനാകാത്ത ഓരോ സമ്മതിയുടെ ഐക്യത്തിന്റെ അകത്തതിയുടെ സമാധാനത്തിന്റെ പ്രതീകമായ താമര അടയാളത്തെ രേഖപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കോഴിക്കോടിന്റെ ഭാവി വാഗ്ദാനമായ MP രമേശ് നയിക്കുന്ന റോഡ് ഷോയില ഇന്നത്തെ വൈദ്യുതധാരകളെ ധന്യമാക്കിക്കൊണ്ട് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി രമേശ് നയിക്കുന്ന റോഡ് ഷോയില ഇന്നത്തെ വൈദ്യുതധാരകളെ ധന്യമാക്കിക്കൊണ്ട് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നു. ആരോടും പ്രീണനമില്ല, എല്ലാവർക്കും തുല്യനീതി പ്രദാനം ചെയ്തുകൊണ്ട് കോഴിക്കോടിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളങ്ങളിലെത്തിക്കുവാൻ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കോഴിക്കോടിന്റെ ഭാവി വാഗ്ദാനം രമേശ് നയിക്കുന്ന റോഡ് ഷോയില ഇന്നത്തെ വൈദ്യുതധാരകളെ ധന്യമാക്കിക്കൊണ്ട് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ആരോടും പ്രീണനമില്ല, എല്ലാവർക്കും തുല്യനീതി പ്രദാനം ചെയ്തുകൊണ്ട് കോഴിക്കോടിന്റെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളങ്ങളിലെത്തിക്കുവാൻ കോഴിക്കോടിന്റെ ഭാവി വാഗ്ദാനമായ MP രമേശ് നയിക്കുന്ന റോഡ് ഷോയില ഇന്നത്തെ വൈദ്യുതധാരകളെ ധന്യമാക്കിക്കൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി കടന്നു വരുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി രമേശ് നയിക്കുന്ന റോഡ് ഷോയില ഇന്നത്തെ വൈദ്യുതധാരകളെ ധന്യമാക്കിക്കൊണ്ട് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നു.
മതി ആ തെരഞ്ഞെടുത്ത് കൊടുക്കും. വീഡിയോ എടുക്കണേ. സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, നമസ്കാരം. വരാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുന്ന NDAയുടെ കരുത്തനായ സ്ഥാനാർത്ഥി MT രമേശ് ജി നമ്മളെല്ലാം നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഭാരതം വികസന കുതിപ്പിലാണ്. ആ വികസനത്തോടൊപ്പം ഈ കോഴിക്കോടിന് മുന്നേറണമെങ്കിൽ നമ്മളുടെ എല്ലാം സമ്മതിദാന അവകാശം താമരയാകുന്ന ചിഹ്നത്തിൽ NDAക്ക് തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ യാത്ര. ഈ യാത്രയിൽ സ്വാഗതം ചെയ്യുക എന്ന കർമ്മമാണ് എന്നെ അർപ്പിതമായിട്ടുള്ളത്. നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ NDAയുടെ സ്ഥാനാർത്ഥി, ഏവർക്കും സുപരിചിതനായ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള NDAയുടെ സ്ഥാനാർത്ഥി MT രമേശ് ജിയെ വളരെ സ്നേഹത്തോടെ ഹാർദവമായി ബാലുശ്ശേരി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയുടെ ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ അധ്യക്ഷൻ VK സജീവേട്ടൻ, മറ്റെല്ലാ സഹപ്രവർത്തകരെയും നേതാക്കളെയും നല്ലവരായ നാട്ടുകാരെയും ഈ ഒരു വേളയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന് അധ്യക്ഷൻ വഹിക്കാൻ വേണ്ടി ഉള്ളിയേരി മണ്ഡലത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ഭാസ്കരേട്ടനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി MT രമേശ്, പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ സജീവൻ, മറ്റ് സഹപ്രവർത്തക സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി MT രമേശ് ആദ്യമായി ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി ബാലുശ്ശേരിയിലെ ജനങ്ങളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. എല്ലാ മാധ്യമങ്ങളും അതേപോലെ എല്ലാവരും പരക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം, എല്ലാ എക്സിറ്റ് പോളുകളും ഇപ്പോൾ തന്നെ വിലയിരുത്തി കഴിഞ്ഞു. വീണ്ടും ദേശീയ ജനാധിപത്യ സഖ്യം ഭാരതത്തിൽ അതിശക്തമായ ഭൂരിപക്ഷത്തോടെ വരുമെന്നുള്ള ഉറപ്പ് ആളുകൾ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ബാലുശ്ശേരിയിൽ ജനങ്ങളോട് ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അടുത്ത പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ അംഗം പ്രതിപക്ഷത്ത് വേണോ ഭരണപക്ഷത്ത് വേണോ എന്ന് മാത്രമേ ജനം ചിന്തിക്കേണ്ടതുള്ളൂ. ഭരണപക്ഷത്തുള്ള MP ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ശ്രീമാൻ MT രമേശിനെ വിജയിപ്പിച്ചാൽ നമുക്ക് ഭരണപക്ഷത്തെ MP മാത്രമല്ല, നമുക്കൊരു ശക്തനായുള്ള കേന്ദ്രമന്ത്രിയെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ കിട്ടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. നമ്മുടെ എല്ലാം സ്വപ്നമായിട്ടുള്ള എയിംസ് അടക്കം ബാലുശ്ശേരിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ എല്ലാ നാട്ടുകാരും MT രമേശിനെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ഒരു ആവശ്യമാണ്. ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിൽ വരുന്നുറപ്പുള്ള ഈ കാലഘട്ടത്തിൽ നമുക്കൊരു ഭരണകക്ഷ MPയും അല്ലെങ്കിൽ ഒരു ഭരണ കക്ഷിയിലെ ഒരു മന്ത്രിയെയാണ് നമുക്ക് ആവശ്യമെന്നുള്ള യാഥാർത്ഥ്യം ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എല്ലാ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും പ്രവർത്തകന്മാർ വരും ദിവസങ്ങളിൽ വീട് വീടാന്തരം കയറിയിറങ്ങി ഈ സന്ദേശം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള MT രമേശിനെ വിജയിപ്പിച്ചുകൊണ്ട് ഒരു ഭരണപക്ഷ MP-ആയി അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയായി അദ്ദേഹം വീണ്ടും ബാലുശ്ശേരിയിൽ വന്ന് നമുക്ക് ഗംഭീരമായ സ്വീകരണം കൊടുക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടർന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ MT രമേശ് അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാനരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നമസ്കാരം. വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലായി രാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ മൂന്നാം ഊഴത്തിനു വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കോഴിക്കോടിന്റെയും കേരളത്തിന്റെയും ശബ്ദം ഉയരാൻ, നമ്മുടെ നാടിന്റെ പൊതുവികസനങ്ങൾ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണം. നിങ്ങളെല്ലാവരുടെയും വോട്ടുകൾ നൽകി ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിധിനിർണായകമായൊരു തെരഞ്ഞെടുപ്പായി മാറാൻ വേണ്ടി പോകുന്നു. ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന എല്ലാവരും ഒരുമിച്ചണിനിരക്കുകയാണ്. ജാതിമത ഭാഷാ ഭേദമന്യേ ഈ രാജ്യം മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, രാജ്യത്തിന്റെ വികസനം ഉറപ്പുവരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ, ലോകത്തിന് മുമ്പിൽ നെടുനായകത്വം വഹിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഭാരതം മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ശക്തികളും ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് അണിനിരക്കുന്നു. മറുഭാഗത്ത് മോഡി വിരുദ്ധത കൊണ്ട് അന്ധത ബാധിച്ചു പോയിട്ടുള്ള ഒരു കൂട്ടം രാഷ്ട്രീയ പാർട്ടികൾ, അവരെല്ലാവരും മറുഭാഗത്തുമുണ്ട്. അവർ ഈ രാജ്യം പുറകോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർ ഈ രാജ്യം തകരണമെന്നാഗ്രഹിക്കുന്നവരാണ്. നാം കൈവരിച്ചിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളെയും പിന്നോട്ട് വലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ രാജ്യത്ത് കലാപമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഇരകളായി നിരപരാധികൾ മരിച്ചു വീഴുന്ന ഇന്നലകൾ വീണ്ടും ആവർത്തിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് അവരെല്ലാവരും. അത്തരത്തിൽ ഈ രാജ്യം തകരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാവരും ഒരു ഭാഗത്തും, രാജ്യം മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും മറുഭാഗത്തുമായി അണിനിരക്കുന്ന ഒരു വലിയ പോരാട്ടമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതിൽ രാജ്യം തകരണമെന്ന് ആഗ്രഹിക്കുന്ന മുന്നണികൾ കേരളത്തിലുമുണ്ട്. അവർ ദേശീയ തലത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമാവുകയും കേരളത്തിൽ പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നു. മോഡി വിരുദ്ധതയിൽ അവർ ഒറ്റക്കെട്ടാണ്. രാജ്യം പുറകോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാണ്. BJP എതിർക്കുന്ന കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാണ്. ഭീകരവാദത്തെയും തീവ്രവാദത്തിനെയും സഹായിക്കുന്ന കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് പരസ്പരം ഒരുമിച്ചിട്ടുള്ള ഈ മുന്നണികൾ നമുക്ക് വേണോ എന്ന് തീരുമാനിക്കാനുള്ള സമയമാണ്. ഒരു പുതിയ കേരളമുണ്ടാക്കാൻ, ഒരു പുതിയ കോഴിക്കോടുണ്ടാകാൻ, നമ്മുടെ ഒരുപാട് ചിരകാല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, ഈ നാടിന്റെ പൊതുവികസനത്തോടൊപ്പം യാത്ര ചെയ്യാൻ നിങ്ങളെല്ലാവരും താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം. ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കണം, നരേന്ദ്രമോദിയെ വിജയിപ്പിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഭാരത് മാതാ കീ. റോഡ് ഷോ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു.